അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷമുള്ളൊരു ജീവിതമുണ്ട്. അവിടെ മുഹാജിറുകളായ സ്വഹാബിമാർക്ക് അൻസ്വാരികളായ സ്വഹാബിമാരെ പരസ്പരം സഹോദരന്മാരാക്കി. എന്ന് പറഞ്ഞാൽ ഹിജ്റ ചെയ്ത് വന്നിട്ടുള്ള ഓരോ സ്വഹാബിമാരും നാടും വീടും അവരുടെ എല്ലാം ഇട്ടെറിഞ്ഞ് വന്നവരാണ്. അവരുടെ കൈകളിൽ ഒന്നുമില്ല. അവരെ സഹായിക്കാൻ അൻസ്വാരികളായ സ്വഹാബിമാരിൽ ഓരോരുത്തർ ഓരോ മുഹാജിറായ സ്വഹാബിയും ഏറ്റെടുക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ച, അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടാണുള്ളത്. അദ്ദേഹത്തിന്റെ കാര്യം ശ്രദ്ധിക്കാത്തതുപോലെ, ആ ഭാര്യയുടെ കാര്യം ശ്രദ്ധിക്കാത്തതുപോലെ സൽമാൻ റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെടുകയാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ശഅനുക്കി, എന്താ നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, നിങ്ങളുടെ സഹോദരന് ദുനിയാവിലൊരു ആവശ്യവുമില്ല. വളരെ വിഷമത്തോടുകൂടെ സൽമാൻ റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയാണ്. അവിടെ ഭക്ഷണം പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അബൂദർദാ തങ്ങളോട് ഭക്ഷണം കഴിക്കാൻ പറയാണ്. എനിക്ക് നോമ്പാണ്, നിങ്ങൾ കഴിച്ചോ എന്ന് പറയുമ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു നിർബന്ധിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ നോമ്പ് മുറിപ്പിക്കുകയാണ്. സുന്നത്ത് നോമ്പ് അതിഥിക്ക് വേണ്ടി മുറിക്കാമല്ലോ. അബൂദർദാ റളിയല്ലാഹു അൻഹു നോമ്പ് മുറിക്കുകയാണ്. എന്ന് മാത്രമല്ല, രാത്രിയായപ്പോൾ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു. ഒരുപാട് സമയം. ആ സമയത്ത് സൽമാൻ റളിയല്ലാഹു അൻഹു പോയി പറഞ്ഞു, ഞാൻ പോയി ഉറങ്ങൂ എന്ന് പറയാൻ. എന്നിട്ട് രാത്രിയുടെ അവസാന സമയമായപ്പോൾ, പുലർച്ചെയായപ്പോൾ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി നിസ്കരിച്ചോളൂ. ഇതൊക്കെ ആയപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് വല്ലാതെ വിഷമായി. രാവിലെ നബി തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ, സൽമാൻ എൻ്റെ ഒരുപാട് ഇബാദത്തുകൾ മുടക്കി നബിയെ, എനിക്ക് നോമ്പ് നോക്കാൻ പറ്റിയില്ല. രാത്രി ഒരുപാട് സമയം നിസ്കരിക്കുന്ന തന്നെ അതൊക്കെ മുടക്കിക്കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖവുമായി പറഞ്ഞു, സദഖ സൽമാൻ, അബൂദർദാ, സൽമാൻ പറഞ്ഞത് സത്യമാണ്. നിനക്ക് നിന്റെ ശരീരത്തിൽ ഒരു ഹക്കുണ്ട്, അത് ഉറക്കമാണ്. നിനക്ക് നിന്റെ വീട്ടുകാരോട് ബാധ്യതയുണ്ട്, നിന്റെ ഭാര്യയോട് ബാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബാധ്യതയായതുണ്ട്, അതൊക്കെയും തീർക്കണം. അള്ളാഹുവിനോടും ബാധ്യതയുണ്ട്. എല്ലാം മിതത്വത്തോടെ ചെയ്യുമ്പോഴാണ്. റിയാദുസ് സ്വാലിഹീനിൽ ഒരു ബാബ് കാണാം, അൽ ഇഖ്തിസാദു ഫിൽ ഇബാദ, ആരാധനയിൽ മിതത്വം പാലിക്കുക, പ്രവർത്തനങ്ങളിൽ മിതത്വം പാലിക്കുക. എല്ലാം പ്രവർത്തിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ നല്ല ഒരു മനുഷ്യനായി മാറുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.